സി പി എമ്മിനോടുള്ള ചിലരുടെ പ്രണയം കാണുമ്പോൾ അറിയാതെ പൊക്കത്ത് വിരൽ വെച്ച് പോകും. ഈ അടുത്ത കാലത്താണ് മുൻ മുഖ്യമന്ത്രി എ.കെ. ആൻ്റണി പറഞ്ഞത്, കേരളത്തിൽ തുടർഭരണം വരാൻ പാടില്ല, വന്നാൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഇവിടെ നശിച്ചു പോകും. കണ്ടില്ലേ, പശ്ചിമബംഗാളിൽ 15 കൊല്ലമായി അവർക്ക് ഭരണമില്ലാതെ പുറത്തു കിടന്ന് കഷ്ടപ്പെടുകയാണ്. അതിന് കാരണം എന്താ? തുടർച്ചയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ 30 കൊല്ലം ഭരിച്ചത് കൊണ്ടാണ്. പക്ഷേ പശ്ചിമബംഗാളിൽ 50 കൊല്ലമായി കോൺഗ്രസിന് ഭരണം നഷ്ടപ്പെട്ട് പുറത്തു കിടക്കുന്ന കഥ എ.കെ. ആൻ്റണി പറയില്ല. പശ്ചിമബംഗാളെന്ന് മാത്രമല്ല, ഇന്ത്യ മുഴുവൻ അടക്കി ഭരിച്ചിരുന്നത് ഒരു കാലത്ത് കോൺഗ്രസ്സാണ്. ദശാബ്ദങ്ങളായി ഉത്തർപ്രദേശിലും ബീഹാറിലും ഗുജറാത്തിലും തമിഴ്നാട്ടിലും കോൺഗ്രസിന് ഭരണം നഷ്ടപ്പെട്ടിട്ട് അതിലൊന്നും ഒരു വേവലാതിയും എ.കെ. ആൻ്റണിക്കില്ല. നിഷ്പക്ഷതയുടെ മൂടുപടമണിഞ്ഞ് ചില ആളുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഉപദേശിക്കാൻ വരാറുണ്ട്. പറഞ്ഞു തുടങ്ങുമ്പോൾ മനസ്സിലായിക്കൊള്ളണം, ഇവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കാൻ വരുന്നതല്ല, കടുത്ത കമ്മ്യൂണിസ്റ്റ് വിരോധമാണ് ഇവരെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുന്നത്. ഭരണമുണ്ടെങ്കിലും ഭരണമില്ലെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകത്തെമ്പാടും ചെയ്യുന്നത് മാനവരാശിയുടെ ദൈനംദിന ജീവിതത്തിൽ ഇടപെടുകയാണ് കമ്മ്യൂണിസ്റ്റുകൾ ചെയ്യുന്നത്. അതിവിടെ ആയാലും എവിടെ ആയാലും. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് CPM എന്ന പേര് അല്ലെങ്കിൽ CPI എന്ന പേര് വരുമ്പോൾ ലോകത്തിൻ്റെ മുക്കിലും മൂലയിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വേറെ വേറെ പേരുകളിൽ അറിയപ്പെടുന്നു എന്ന് മാത്രം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ലോകത്ത് എവിടെയും സമാനമായ പ്രവൃത്തികളാണ് ചെയ്യാനുള്ളത്.